ലീഗിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ കോൺഗ്രസ് ഇടപെടാറില്ലെന്നും ലീഗിന്റെ നിയമസഭാ കക്ഷി നേതാവ് ആരാകണമെന്ന് കോൺഗ്രസ് പറയുമോ എന്നും കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ മാധ്യമങ്ങളോട് പൊട്ടിത്തെറിക്കുന്ന രീതിയിൽ പ്രതികരിച്ചത് വെറുതെയല്ല. കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ അവസാന വാക്ക് ഇപ്പോൾ മുസ്ലിം ലീഗ് ആയിക്കഴിഞ്ഞു. കേരളത്തോടൊപ്പം തിരഞ്ഞെടുപ്പ് നടന്ന ആസാമിന്റെ ഫലം നോക്കൂ. 1950 മുതൽ 2016 വരെ ചെറിയ ഇടവേളകൾ ഒഴിച്ചാൽ ഏറെക്കുറെ പൂർണ്ണമായും കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനമാണ് ആസാം. അവിടെ ഇത്തവണ ആകെയുള്ള 126 സീറ്റുകളിൽ കോൺഗ്രസിന് വിജയിക്കാൻ കഴിഞ്ഞത് വെറും 19 സീറ്റുകളിൽ മാത്രമാണ്. അതിൽ 18 മുസ്ലിങ്ങളായിരുന്നു. കർണാടകയിൽ ദാവനഗരി സൗത്ത് മണ്ഡലത്തിൽ കുറച്ചുനാൾ മുൻപ് ഉപരിതെരഞ്ഞെടുപ്പ് നടന്നു. 2023 കോൺഗ്രസ് 57% വോട്ട് നേടി വിജയിച്ച മണ്ഡലമാണിത്. മുസ്ലിം ജനസംഖ്യ ഏകദേശം 28% ഉള്ളതുകൊണ്ട് മുസ്ലിം സ്ഥാനാർത്ഥി വേണമെന്ന് കോൺഗ്രസിലെ മുസ്ലിം നേതാക്കൾ ആവശ്യപ്പെട്ടു. പക്ഷേ കോൺഗ്രസ് സമ്മതിച്ചില്ല. ഫലം വന്നപ്പോൾ കോൺഗ്രസ് വിജയിച്ചുവെങ്കിലും വോട്ട് ഷെയർ 43% കുത്തനെ കുറഞ്ഞു. അപ്പോൾ വോട്ട് ആർക്കു പോയി എന്നല്ലേ ചോദ്യം. ആ മണ്ഡലത്തിലെ SDP-യുടെ വോട്ട് 2023 വെറും 1302 ആയിരുന്നത് 2026 ഉപരിതെരഞ്ഞെടുപ്പായപ്പോൾ 18,975 വോട്ടായി കുതിച്ചുയർന്നു. ആസാമിലെ AIUDF എന്ന പ്രാദേശിക പാർട്ടിയുടെ നേതാവായ ബദറുദ്ദീൻ അജ്മൽ ഇന്നലെ പറഞ്ഞത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ചേർന്നാണ് കോൺഗ്രസ് പാർട്ടി നിർമ്മിക്കപ്പെട്ടതെന്ന്. അതായിരുന്നു ഈ പാർട്ടിയുടെ മതനിരപേക്ഷ സ്വഭാവം. ഇപ്പോൾ അവർ ശരിക്കും മതനിരപേക്ഷ പാർട്ടിയാണെങ്കിൽ കോൺഗ്രസിന് ഹിന്ദു മുസ്ലിം MLA-മാർ ഇരുവരും ഉണ്ടായിരിക്കണം. കോൺഗ്രസ് ഇന്ന് മുസ്ലിം ലീഗായി മാറിയിരിക്കുകയാണ്. ഇതേ വികാരം തന്നെയാണ് ദേശീയ തലത്തിലുള്ളത്. കോൺഗ്രസിനെ ഏറെക്കുറെ പൂർണ്ണമായും മുസ്ലിം ലീഗ് വിഴുങ്ങിക്കഴിഞ്ഞു. മതമാണ് 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 ഞങ്ങൾക്ക് മുഖ്യമെന്ന് പരസ്യമായി പറയുന്ന മുസ്ലിം ലീഗിനോട് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടണ്ട എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടനെതിരെ തെരുവിൽ നടക്കുന്ന പ്രതിഷേധത്തിന്റെ ഭാവം തന്നെ ഞെട്ടിപ്പിക്കുന്നതാണ്. സൈബർ ആക്രമണം വേറെയും. മുസ്ലിം ലീഗിന്റെ പിന്തുണ കൊണ്ട് മാത്രമാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് വിജയിച്ചതെന്ന തരത്തിലാണ് പ്രതികരണം മുഴുവൻ. കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ മുസ്ലിം ലീഗ് ഇടപെട്ടാൽ എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്ന നിഷ്കുകൾ ഉണ്ടാകും. ഒരു കുഴപ്പവുമില്ല. കോൺഗ്രസ് ഒരു മതേതര പാർട്ടിയാണ് എന്ന അശ്ലീലം വീണ്ടും എഴുന്നള്ളിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ.